ഹലോ ഒരുവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ടൈം 9:31 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീക്കിലി അനാലിസിസിന് മാർക്ക് ചെയ്ത FEGക്ക് തൊട്ട് താഴെയാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഇതുവരെ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പോയി കണ്ടുകൊള്ളുക. അപ്പോൾ നമ്മൾ ഇൻട്രാഡേ ക്രിയേറ്റ് ചെയ്ത ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിൽ സ്വീപ്പ് ചെയ്തിട്ടാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ, ഇപ്പോൾ ഒരു 50 മിനിറ്റ് സ്വീപ്പാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇനി 1 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ്, ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി 1 മിനിറ്റാണ് എടുക്കുന്നത്. അപ്പോൾ 1 മിനിറ്റ് ഒരു റിവേഴ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് എൻട്രി പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത കാരണം മുകളിലേക്കായിരിക്കും നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ എന്തായാലും ഒരു റിവേഴ്സിൽ കിട്ടുകയാണെങ്കിൽ മാത്രം നമ്മൾ മുകളിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യുകയുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ റിവേഴ്സിൽ കിട്ടാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാം, പക്ഷേ വെയിറ്റ് ചെയ്യാം. അപ്പോൾ റിവേഴ്സൽ എന്ന് പറയുമ്പോൾ ഇൻട്രാഡേ റിവേഴ്സൽ പറയുമ്പോൾ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട് എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മൾ ഇൻട്രാഡേ റിവേഴ്സൽ കൺഫേം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 മിനിറ്റ് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യുമ്പോൾ, ഒരു 1 മിനിറ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടുമ്പോഴാണ് നമ്മൾ ഇൻട്രാഡേ കൺഫർമേഷനായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ 1 മിനിറ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടാൻ വേണ്ടിയിട്ട് എന്താ വേണ്ടത്? പ്രീവിയസ് സ്വിങ് ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു ബെയറിഷ് സെറ്റപ്പ് എന്ന് പറയുന്നത് ഒരു ഹൈ, പിന്നെ ഒരു ലോവർ ഹൈ, ഒരു ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ആ സെറ്റപ്പാണ് ഒരു ബെയറിഷ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ നിന്നൊരു ചേഞ്ച്, അതിൽ നിന്ന് എപ്പോഴാണ് ഒരു ചേഞ്ച് ഉണ്ടാകുന്നത്? അപ്പോൾ ലോവർ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്കൊരു പുതിയൊരു ഹൈ നമുക്ക് കിട്ടുകയാണെങ്കിൽ അപ്പോൾ നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് നമുക്ക് പറയാൻ പറ്റും. മുമ്പത്തെ വീഡിയോസിലൊക്കെ നമ്മൾ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ്, നമ്മൾ അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്തേക്കണ ഹൈയും ലോയും ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്കൊരു റിവേഴ്സിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടും. ഡൗൺവേർഡ് ട്രെൻഡിൽ നിന്ന് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഞാൻ അതിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹൈ മാർക്ക് ചെയ്ത് വെച്ചിരുന്ന ഹൈ ബ്രേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് നമുക്ക് കൺഫർമേഷൻ എടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഒരു COC എന്ന് മാർക്ക് ചെയ്യാം, ചേഞ്ച് ഓഫ് ക്യാരക്ടർ. അപ്പോൾ നമുക്കൊരു റിവേഴ്സിൽ കിട്ടിയെന്ന് മനസ്സിലായി. ഇനി എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി, ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ട FEG മാർക്ക് ചെയ്യണം. അപ്പോൾ FEG എവിടെയാണ്? 1 മിനിറ്റ് FEG എവിടെയാണ്? ഇവിടെയാണ് നമുക്ക് FEG വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ എൻട്രി എടുക്കേണ്ടത് ഡിസ്കൗണ്ട് സോണിലുള്ള FEGയിലാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. നമ്മൾ പോസിറ്റീവ് സൈഡിലേക്കുള്ള ട്രേഡാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഡിസ്കൗണ്ട് സൈഡിലേക്കുള്ള FEGയിൽ എൻട്രി എടുക്കാൻ പറയുന്നത്, FEGയിലോ ഓർഡർ ബ്ലോക്കിലോ. അപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ 3 മിനിറ്റിലും നമുക്കൊരു FEG ഈ ഏരിയയിൽ കിട്ടുന്നില്ല. അപ്പോൾ 1 മിനിറ്റിൽ എന്തായാലും ഈ ഒരു ഡിസ്കൗണ്ട് സോണിൽ നമുക്കൊരു FEG കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നുണ്ട് ഡിസ്കൗണ്ട് സോൺ എങ്ങനെ മാർക്ക് ചെയ്യാം. ഫിബ് വെച്ചിട്ട് ഹൈയും ലോയും തമ്മിൽ ഉള്ള ആ ഒരു ഇത് മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ 50% കണ്ടില്ലേ, 50% താഴെ വരുന്നതാണ് ഡിസ്കൗണ്ട് സോണ്. അതിന് തൊട്ട് മുകളിൽ വരുന്ന ഏരിയയാണ് പ്രീമിയം സോണ്. അപ്പോൾ നമ്മുടെ FEG അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്ക് നമ്മുടെ ഈ 50%-ന് താഴെ വരണം എന്തായാലും. എന്നാൽ മാത്രമാണ് നമ്മളത് എൻട്രിക്ക് വേണ്ടി കൺസിഡർ ചെയ്യുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ 1 മിനിറ്റ് FEG നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്കൗണ്ട് സോണിലാണ് ഇരിക്കുന്നത്. അപ്പോൾ പ്രൈസ് ഈ റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എൻട്രി, പോസിറ്റീവ് സൈഡിലേക്കുള്ള എൻട്രി പ്ലാൻ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയാണ്. നമ്മളെന്തായാലും ആ ലെവൽ എത്തുന്ന വരെ നമുക്ക് എന്തായാലും പ്രൈസ് എത്തുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇൻ കേസ് പ്രൈസ് വന്നില്ലെങ്കിൽ നമ്മൾ എൻട്രി എടുക്കുന്നതല്ല. ലാസ്റ്റ് ഡേ നമ്മൾ അങ്ങനത്തെ ഒരു ദിവസം നമ്മൾ കണ്ടതാണ്, അന്ന് നമുക്ക് എൻട്രി മിസ്സായിട്ടുണ്ട്. എന്തായാലും പ്രൈസ് ഈ റേഞ്ചിൽ വരട്ടെ, എന്നിട്ട് നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. പ്രൈസ് ആ റേഞ്ചിൽ എത്തുകയാണെങ്കിൽ, നല്ലൊരു ട്രേഡ് കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ടൈം 10:35 ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് അരമണിക്കൂറായി നമ്മൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. വളരെ സ്ലോ ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്തായാലും FEGയിലേക്ക് ആ വരണ ഒരു ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാം. കാരണം നമുക്ക് 1 മിനിറ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്ക് മുകളിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമ്മൾ ഈ ബുള്ളിഷ് FEGയിലേക്ക് മാർക്കറ്റ് വരും
എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്. ഒരു ഇൻട്രാഡേ ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ്, ഒരു ഇൻറ്റേർണലി ക്രിയേറ്റ് ചെയ്ത ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ. അപ്പോൾ നമുക്ക് 1 മിനിറ്റ് ചാർട്ടിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 1 മിനിറ്റ് FEGയിൽ നമുക്കൊരു ക്വിക്ക് ട്രേഡ് നമുക്കിവിടെ നിന്ന് പ്ലാൻ ചെയ്യാം. അപ്പോൾ നമുക്ക് FEG കിട്ടിയിട്ടുണ്ട്. ഓർഡർ ബ്ലോക്ക് തൊട്ട് മുകളിൽ നമുക്ക് ഓർഡർ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഓർഡർ ബ്ലോക്കിലോ FEGയിലോ നമുക്ക് ഒരു ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈ FEGക്ക് തൊട്ട് മുകളിലായിട്ട് വയ്ക്കാം. ടാർഗറ്റ് നമുക്ക് ഓൾമോസ്റ്റ് 1:4 റേഷ്യോ കിട്ടുന്ന രീതിയിൽ. എപ്പോഴും പറയാനുള്ള പോലെ 1:3 എങ്കിലും നിങ്ങൾക്ക് പ്രോഫിറ്റ് ടാർഗറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ ട്രേഡ് എടുക്കേണ്ട ആവശ്യമുള്ളൂ. നമുക്കിവിടെ ഒരു 1:4 റേഷ്യോയിൽ നമുക്ക് ടാർഗറ്റ് കിട്ടാനുള്ള ചാൻസുകളുണ്ട്. സ്റ്റോപ്പ് ലോസും ചെറിയ സ്റ്റോപ്പ് ലോസ് വരുന്നുള്ളൂ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ചെറിയ സ്റ്റോപ്പ് ലോസ് വരുന്നുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് FEG എടുക്കാണ്ട് നമുക്ക് മുകളിലേക്ക് ഒരു ഫർദർ മൂവ്മെൻറ്റ് കിട്ടുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ബെയർ സൈഡിലേക്കുള്ള ട്രേഡ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓൾസോ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ നോക്കിയാലും ഒരു പ്രീമിയം സോണിലാണ് ഇപ്പം മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം നമ്മുടെ ഈ FEG എടുക്കോ ഇല്ലയോ എന്ന്. ഞാൻ എന്തായാലും നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ 10:52 ആയിട്ടുണ്ട്. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിരുന്ന 25,200 പുട്ടിൻ്റെ സേഫ് ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ട്. ഓൾമോസ്റ്റ് 20 പോയിൻറ്റ്സ് മൂവ്മെൻ്റ് ആയിട്ടുണ്ട്. നമ്മൾ പ്രീമിയം ചാനലാണ് അത് കൊടുത്തിരുന്നത്. പ്രീമിയം ചാനൽ എന്ന് പറയുന്നത് നമ്മുടെ പെയ്ഡ് ചാനലൊന്നുമല്ല, നമ്മുടെ അണ്ടറിൽ അക്കൗണ്ട് പുതുതായിട്ട് തുടങ്ങുന്ന ന്യൂ ട്രേഡേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫ്രീ സപ്പോർട്ട് ചാനൽ കൂടിയാണത്. ഇത് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾ ജോയിൻ ചെയ്തോളുക. അപ്പോൾ എന്തായാലും നമ്മുടെ 20 പോയിൻറ്റ്സ് ഓൾറെഡി ടാർഗറ്റിലേക്ക് മൂവ് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദി മൂവ്മെൻറ്റ് ഓൾറെഡി നടന്നിട്ടുണ്ട്. ഇപ്പോൾ 10:52 ആയിട്ടുണ്ട്. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം ടാർഗറ്റ് ഹിറ്റായോ അതോ ഇല്ലയോ എന്ന്. ഇപ്പോൾ 10:56 ആയിട്ടുണ്ട്. നമ്മുടെ ടെലിഗ്രാം ചാനൽ കൊടുത്തിരുന്ന ട്രേഡ് ഓൾമോസ്റ്റ് സെക്കൻഡ് ടാർഗറ്റും ഹിറ്റായിട്ടുണ്ട്. ഓൾമോസ്റ്റ് 35 പോയിൻറ്റ്സ് മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ ട്രേഡാണെങ്കിലും 80% മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. FEGയിൽ എന്തായാലും വരുമെന്നാണ് പ്രതീക്ഷ. FEGയിൽ വന്നിട്ടേ ഇനി മുകളിലേക്ക് പോവുള്ളൂ എന്നുള്ള ഒരു ട്രേഡിംഗ് ലോജിക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ ട്രേഡ് എടുത്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് നമ്മുടെ ടാർഗറ്റ് എത്തിയിട്ടുണ്ട്. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ 12 മണി കഴിഞ്ഞിരിക്കുകയാണ്. 1 മണിക്കൂറും കൂടിയും നമ്മൾ വെയിറ്റ് ചെയ്തു. പക്ഷേ എന്തായാലും നമ്മുടെ FEGയിൽ ടാപ്പ് ചെയ്യേണ്ട തൊട്ട് മുകളിലായിട്ട് എത്തിയിട്ട് വീണ്ടും നമ്മുടെ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു FEGയിലേക്ക് എത്തിയിരിക്കുകയാണ് മാർക്കറ്റ്. അപ്പോൾ നമ്മുടെ ഒരു ആഫ്റ്റർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഒരു BOS ക്രിയേറ്റ് ചെയ്തു. അതിലുണ്ടായിരുന്ന ഒരു FEG 1 മിനിറ്റ് FEGയിലാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത്. അത് കുഴപ്പമില്ല, അതൊരു പുതിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ഒരു പുതിയൊരു ട്രേഡും കൂടി നമുക്ക് പ്ലാൻ ചെയ്യാം. സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത OBക്ക് തൊട്ട് മുകളിലായിട്ട് വയ്ക്കാം. ടാർഗറ്റ് നമുക്ക് വീണ്ടും FEGയിൽ തന്നെ വയ്ക്കാം. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 1:4 മുകളിലായിട്ട് നമുക്ക് ടാർഗറ്റ് കിട്ടുന്നുണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യാം. എന്തായാലും ഓൾറെഡി ചെറിയൊരു സ്റ്റോപ്പ് ലോസ് തന്നെ വരുന്നുള്ളൂ. ഓൾറെഡി നമ്മുടെ ട്രേഡ് നമ്മുടെ 35 പോയിൻറ്റ്സ് പ്രോഫിറ്റിൽ ഓൾറെഡി റൺ ചെയ്തിരുന്ന ട്രേഡ് തന്നെയാണ്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. എന്തായാലും ഇനി സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ 12 പോയിൻറ്റ്സ് മാക്സിമം വരുള്ളൂ, 10 to 12 പോയിൻറ്റ്സ്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ നിന്ന് എൻട്രി എടുക്കാം. ടാർഗറ്റ് നമുക്ക് കുറച്ചും കൂടി കൂടുതൽ കിട്ടും. നമ്മൾ FEGയിൽ വെച്ചിട്ടുണ്ട്. എന്തായാലും FEGയിൽ എത്തിയിട്ടാണ് ഇനി ഫർദർ ബുള്ളിഷ് മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ എന്നാണ് അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം ഇനി FEGയിലുള്ള പെൻഡിങ് ഓർഡേഴ്സും കൂടിയും എടുത്തിട്ട് വേണം മുകളിലേക്ക് പോകാനും നമ്മുടെ വീക്കിലി FEGയിൽ ടാപ്പ് ചെയ്യാനും. വീക്കിലി FEGയിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫാൾ എക്സ്പെക്റ്റ് ചെയ്യാം. നമ്മൾ ആ വീക്കിലി അനാലിസിസിൽ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ഫാൾ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്, ഒരു കറക്ഷൻ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. നിഫ്റ്റി ഓൾറെഡി ബുള്ളിഷ് സെൻറ്റിമെൻറ്റിലാണ് ഉള്ളതെങ്കിലും ഒരു ഹയർ ടൈം ഫ്രെയിമിലുള്ള ഒരു റെസിസ്റ്റൻസ്
ഇനി നമ്മുടെ ഈ ഒരു ഏരിയയിലുണ്ട്. അതെല്ലാം നമുക്ക് വെയിറ്റ് ചെയ്യാം. ടാർഗറ്റ് ആണോ സ്റ്റോപ്പ് ലോസ് ആണോ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഓൾമോസ്റ്റ് 12:26 ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ രണ്ടാമത് കൊടുത്ത ട്രേഡ് 25,250 പുട്ടാണ്. ഓൾമോസ്റ്റ് ഒരു 15 പോയിൻറ്റ്സിൻ്റെ സേഫ് ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റ് ആണെങ്കിലും നമ്മുടെ ഹാഫ് ഓഫ് ദി ടാർഗറ്റ് മൂവ്മെൻറ്റ് നടന്നിട്ടുണ്ട് ഓൾറെഡി. എന്തായാലും വെയിറ്റ് ചെയ്യാൻ വളരെ സ്ലോ ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റാണ്. നമുക്ക് ഇന്നലത്തെ പോലത്തെ ഒരു മാർക്കറ്റിനെയാണ് നമുക്ക് ഇന്നും കാണാൻ പറ്റുന്നത്. എന്തായാലും കുഴപ്പമില്ല, എന്തായാലും ചെറിയ സ്റ്റോപ്പ് ലോസ് അല്ലേ വരുന്നുള്ളൂ. ഓപ്ഷൻസിൽ അത്ര അധികം ഒരു ഡീക്ക് നമുക്ക് കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുമില്ല. ഇൻ കേസ് ഇങ്ങനത്തെ സ്മോളർ ഒരു മൂവ്മെൻറ്റ് വരുന്ന ദിവസങ്ങളിലൊക്കെ നല്ല ഡീക്ക് വരാറുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും 2 ദിവസമാണ് എക്സ്പയറിക്ക് ഉള്ളത്. എന്തോ പുട്ട് ഓപ്ഷനിലധികം ഡീക്ക് വന്നിട്ടില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 12:26 ഇനിയും ടൈമുണ്ട്. നമുക്ക് ടാർഗറ്റ് ഹിറ്റാവില്ലെന്ന് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ടൈം 2:15 ഓൾമോസ്റ്റ് 2 മണിക്കൂർ ഓൾമോസ്റ്റ് 1.5 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്തു. ഓൾമോസ്റ്റ് ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റ്, ഓൾമോസ്റ്റ് ഒരു മൂവ്മെൻറ്റേ ഇല്ല, അതൊരു സൈഡ് വേസ് മൂവ്മെൻറ്റാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നാലും നമുക്കൊരു ബിയറിഷ് സൈഡിലേക്കുള്ളൊരു ബിയറിഷ് സൈഡ് വേസ് മൂവ്മെൻറ്റാണ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും ഓപ്ഷനിലും മറ്റൊരു ഡീക്ക് സംഭവിച്ചിട്ടില്ല. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ചെറിയ സ്റ്റോപ്പ് ലോസ് അല്ലേ ഉള്ളൂ. എന്തായാലും ടാർഗറ്റ് ഹിറ്റാവോ അതോ സ്റ്റോപ്പ് ലോസ് എടുക്കോ ഇല്ലയോ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇങ്ങനത്തെ സൈഡ് വേസ് മൂവ്മെൻറ്റിൽ അത്ര അധികം ട്രേഡുകൾ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അത് വെയിറ്റ് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് വെച്ച് വെയിറ്റ് ചെയ്യുക. ടാർഗറ്റ് അടിക്കണമെങ്കിൽ അടിക്കട്ടെ, അല്ലെങ്കിൽ പോട്ടെ. അല്ലാണ്ട് ഓരോ ചെറിയ മൂവ്മെൻറ്റിനും കയറി ചുമ്മാ സ്കാൽപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രോഫിറ്റ് ആയിരിക്കും, ചിലപ്പോൾ നല്ല ലോസും കിട്ടാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. എന്തായാലും ഇത്ര നേരം വെയിറ്റ് ചെയ്തല്ലോ, ഇനിയിപ്പോൾ എന്തായാലും ബാക്കിയുള്ള ടൈം കൂടി എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ എന്തായാലും മാർക്കറ്റ് അവസാനിക്കാറായിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇപ്പോൾ മാർക്കറ്റ് ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും വേറെ സൈഡിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്തായാലും നമുക്ക് ആ ട്രെൻഡ് ലൈനും കൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എക്സിറ്റ് അടിക്കാം. ഇനിയിപ്പോൾ അധികം വെയിറ്റ് ചെയ്ത് സ്റ്റോപ്പ് ലോസ് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായാലും ആ ട്രെൻഡ് ലൈൻ വരച്ചേക്കണ ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഒരു പോസിറ്റീവ് സൈഡിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് ചാൻസ് കൂടുതലാണ്. ഇനിയിപ്പോൾ ടൈം ഓൾമോസ്റ്റ് തീർന്നല്ലോ. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം, ടാർഗറ്റ് ആണോ അതോ സ്റ്റോപ്പ് ലോസ് ആണോ എന്നുള്ളത്. 2:45 ഓൾമോസ്റ്റ് അരമണിക്കൂറിനോട് നമ്മൾ വെയിറ്റ് ചെയ്തു. ഇപ്പോഴാണ് കുറച്ച് നല്ലൊരു മൂവ്മെൻറ്റ് വന്നു തുടങ്ങിയത്. മറ്റേ 25,250 പുട്ടിലായാലും നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 175 എത്തിയിട്ടുണ്ട്. 25+ പോയിൻറ്റ്സ് നമുക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ ഓപ്ഷൻസിൽ മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അവസാന സമയത്ത് നല്ല വോളിയം ഈ പുട്ട് ഓപ്ഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ടാർഗറ്റും കൂടി ഹിറ്റാവുന്നത് നോക്കാം. എന്തായാലും ഓൾമോസ്റ്റ് ടൈം കംപ്ലീറ്റ് ആയി. എന്തായാലും 3:15 വരെ നമുക്ക് എന്തായാലും നോക്കാം. 3:15 ടാർഗറ്റ് ഹിറ്റാവോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് കുറച്ചുകൂടി നല്ല വോളിയം വന്നിട്ടുണ്ട് മാർക്കറ്റിൽ. ഇത്ര നേരം 1 മണിക്കൂർ 1.5 മണിക്കൂറോളം സൈഡ് വേസ് മൂവ്മെൻറ്റ് തന്നെയായിരുന്നു കണ്ടിരുന്നത്. ഇപ്പോഴാണ് കുറച്ചും കൂടി ഒന്നൊരു മൂവ്മെൻറ്റുള്ള ക്യാൻഡിൽസൊക്കെ വന്നത്. നമ്മുടെ ടാർഗറ്റ് ഓൾമോസ്റ്റ് 80% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം ഇനിയിപ്പോൾ ടാർഗറ്റ് ഹിറ്റാവോ ഇല്ലയെന്ന്. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ ഓൾമോസ്റ്റ് 3 മണി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ FEGയിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ടാർഗറ്റ് ഹിറ്റായിരിക്കുകയാണ്. 1:4.5 ടാർഗറ്റ് അങ്ങനെ അവസാനം ഹിറ്റായിരിക്കുകയാണ്. നമ്മൾ എൻ്റർ ചെയ്ത ടൈമും എക്സിറ്റ് ചെയ്ത ടൈമും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അത്ര ടൈമൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഓപ്ഷൻസിൽ അധികം ഡീക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ന് സ്റ്റോപ്പ് ലോസ് അടിക്കേണ്ടിരുന്നത്. അല്ലെങ്കിൽ സൈഡ് വൈസ് മൂവ്മെൻറ്റിലൊക്കെ ഓപ്ഷൻ ബൈയിങ്ങിൽ എന്തായാലും സ്റ്റോപ്പ് ലോസ് അടിക്കും. അപ്പോൾ പൈസയൊക്കെ കുറച്ചും കൂടി ഉള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടി ഓപ്ഷൻ സെല്ലിംഗ് ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ സൈഡ് വേസ് ബുള്ളിഷ് ആണെങ്കിൽ നിങ്ങൾക്ക് സൈഡ് വേസിന്നും ബുള്ളിഷെന്നും നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ തന്നെ ഓപ്ഷൻ ബൈയിങ് ആണെങ്കിൽ നിങ്ങൾക്കൊരു നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അത് പ്രോഫിറ്റ് ആവുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ട്രേഡ് ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ എത്ര ടൈം ആയ സ്ഥിതിക്ക് ഇനി FEGന്ന് നമുക്കൊരു ബുള്ളിഷ് സൈഡിലേക്കുള്ള ട്രേഡ് ഇന്ന് പ്ലാൻ ചെയ്യേണ്ട. നമുക്ക് നാളെ ഫ്രഷ് ആയിട്ട് നമുക്ക് പുതിയ ട്രേഡ് നോക്കാം.
അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തുകൊള്ളുക. ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. പുതിയൊരു വീഡിയോ വരുന്നത് വരെ ബൈ.